ഗുഡ് മോർണിംഗ്. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഡൗ ജോൺസിന്റെ ഫ്യൂച്ചർ 296 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഇന്നലെ മാർക്കറ്റ് ഏകദേശം US മാർക്കറ്റൊക്കെ പോസിറ്റീവ് ആയിരുന്നതാണ്. ഏകദേശം നമ്മൾ ഇന്നലെ പ്രീ മാർക്കറ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡൗ ജോൺസ് 480 പോയിന്റ് അടുപ്പിച്ച് പോസിറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ S&P നസ്ഡാക്കും എല്ലാം സ്ട്രോങ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നസ്ഡാക്ക് 397 പോയിന്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 73 പോയിന്റ് പോസിറ്റീവായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഡൗ ജോൺസിന്റെ ഫ്യൂച്ചർ ഏകദേശം 300 പോയിന്റ് അടുപ്പിച്ച് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഇന്നലെ നമ്മൾ പ്രീ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്തതിന് ശേഷവും 160 പോയിന്റ് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വലിയൊരു ഗ്യാപ് ഡൗൺ ഉള്ള സാധ്യതയുണ്ട്. അറൗണ്ട് ഒരു 120-180 പോയിന്റിനകത്തൊരു ഗ്യാപ് ഡൗൺ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ക്രൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്രൂഡ് 93 പോയിന്റ് ഡോളറിലാണ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് 102 പോയിന്റ് പോസിറ്റീവായിട്ട് ബ്രന്റ് ക്രൂഡും ട്രേഡ് ചെയ്യുന്നു. രണ്ടും ചെറിയൊരു പോസിറ്റീവാണ്. ഗോൾഡ് ഏകദേശം $17 ഇടിഞ്ഞിട്ടുണ്ട്. 4722 ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,331 ഒരു 15 മിനിറ്റിൽ താഴോട്ട്, മിക്കവാറും അതിന് താഴെയായിരിക്കും. കാരണം നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,367 അപ്പോൾ എന്തായാലും 24,331 എന്നുള്ള സ്ട്രോങ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെയായിരിക്കും ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. പിന്നെ സപ്പോർട്ട് കിട്ടുന്നത് 24,241 24,241 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. 24,241 ബ്രേക്ക് ആയാൽ 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്ക് ആയാൽ പിന്നെ ഉള്ള സപ്പോർട്ട് 24,147 മുകളിലോട്ടുള്ള ലെവൽസ് 24,437 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,516 വരെ പോവാം. പക്ഷേ 24,516 വരെ പോകുമെന്ന് തോന്നുന്നില്ല. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ്. പക്ഷേ നമ്മൾ ഇന്നലെ ഇൻട്രാഡേയിൽ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ക്ലോസിങ്ങിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു സപ്പോർട്ട് നോക്കി മാർക്കറ്റ് റിക്കവർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി കൂടിയാണ്. അപ്പം കൃത്യമായിട്ട് നോക്കി ട്രേഡ് ചെയ്യുക. ഇന്ന് ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPR വരുന്നത് 24,397 തൊട്ട് 24,434 വരെയൊക്കെയാണ് CPR ലെവൽ വരുന്നത്. ചെറിയൊരു വൈഡ് CPR ആണ്. ഏറ്റവും താഴത്തെ ഇൻട്രാഡേ ലെവൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,153 മുതൽ 24,169 വരെയൊക്കെയാണ് ഏറ്റവും താഴത്തെ സപ്പോർട്ട്. മാർക്കറ്റ് അഥവാ ബ്രേക്ക് ഔട്ട് കിട്ടി, ഗ്യാപ് ഡൗൺ കിട്ടി, ഒരു ആദ്യത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ 24,169 183 മുകളിൽ ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റിക്കവർ ആവാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക 24,315 24,332. രണ്ടാമത്തെ റെസിസ്റ്റൻസ് CPR-നുള്ളിലാണ് വരുന്നത് 24,400